ദീപങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഉത്സവമായ ദീപാവലിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദീപാവലി മിഠായി വിപണിയും സജീവമായി. പാലുകൊണ്ട് മാത്രം നിർമ്മിച്ച ദീപാവലി മിഠായികൾക്കാണ് ഇത്തവണയും ഡിമാൻഡ്. കോഴിക്കോട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദീപാവലി ദീപങ്ങളുടെയും വർണ്ണങ്ങളുടെയും മാത്രം ഉത്സവമല്ല, മധുരത്തിൻ്റെതുകൂടിയാണ്. ബഹുവിധ വർണ്ണങ്ങളിലുള്ള ദീപാവലി മിഠായികൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. റവയും പഞ്ചസാരയും ചേർത്ത പലഹാരങ്ങളായിരുന്നു പണ്ടെങ്കിൽ ആ സ്ഥാനം ഇന്ന് പാൽ കൈയടക്കി. പാലും പാലുൽപ്പന്നങ്ങളും കൊണ്ട് നിർമ്മിക്കുന്ന ദീപാവലി പലഹാരങ്ങൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലെന്ന് ഈ രംഗത്ത് 18 വർഷമായി തുടരുന്ന രാജസ്ഥാൻ സ്വദേശി മുന്ന റാം പറയുന്നു. ദിവാലിക്ക് സ്പെഷ്യൽ മിൽക്ക് ഐറ്റം, ഡ്രൈ ഫ്രൂട്ട് മിക്സ്, അത് ഈ വീക്ക് ഒരു 3-4 ദിവസത്തിലല്ല പോകുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തേക്ക് കുറിച്ച് നമ്മൾ ആളുകൾ കൂടും. ഒരു 20 ആളുണ്ട്, 3-4 ദിവസം പണിയുണ്ടാവും. സാധാരണ ഇപ്പോൾ കമ്മി പോകുന്നുണ്ട്. ദീപാവലിക്ക് ഒരാഴ്ച മുൻപേ മിഠായി നിർമ്മാണം ആരംഭിക്കും. ദീപാവലി മിഠായി നിർമ്മിക്കാൻ മാത്രം 20-ലധികം പേർ രാജസ്ഥാനിൽ നിന്ന് വർഷാവർഷം കോഴിക്കോട് എത്തുന്നുണ്ട്. കാഷ്യൂ ബർഫി, കാജു കട്ട്ലി, ചോക്ലേറ്റ് ബർഫി, ഡ്രൈ ഫ്രൂട്ട്, പേട എന്നിവയ്ക്ക് നല്ല ഡിമാൻഡാണ്. സാധാ ദീപാവലി മിഠായിക്ക് കിലോ 300 ആണെങ്കിൽ പാലിൽ നിർമ്മിച്ചവയ്ക്ക് 500-ന് മുകളിലാണ് വില. ശുചിത്വ നിയമങ്ങളനുസരിച്ച് സർക്കാർ അംഗീകൃത വർണ്ണങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ദീപാവലി മിഠായികൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ ശതമാനം വില വർദ്ധിച്ചിട്ടുണ്ടെന്ന് നിർമ്മാതാക്കളും വ്യാപാരികളും പറയുന്നു. അല്ല, കഴിഞ്ഞ വർഷം കുറച്ച് കൂടിയുണ്ട്. ലേബർ കൂടു, പിന്നെ എല്ലാ കൂടുതൽ ട്രെയിൻ ടിക്കറ്റ് എല്ലാ കാര്യങ്ങൾ, അപ്പോൾ ചെറിയ ഒരു മാറ്റമുണ്ട്. പാൽപേട, കജൂർ വട, ബാദുഷ, കാജ, ഗീ പാക്ക്, മാംഗോ ബർഫി, കോക്കനട്ട് ബർഫി എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം CD സലീം കുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.